Hello dears, welcome to the class. Today we are going to discuss about our 9th unit equal group. തുല്യമായ കൂട്ടം. Okay, let's start our class. See the picture of the work experience camp at Pattumala school. What all things do you see in the picture? Write in your notebook. പട്ടുമല LP സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? നോട്ട്ബുക്കിൽ എഴുതൂ. എന്തൊക്കെയാണ് കാണുന്നത്? കുട്ടികൾ സോപ്പ് നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ പാവകൾ നിർമ്മിക്കുന്നു, പിന്നെ ഫ്രൂട്ട്സ് കൊണ്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ചിത്രത്തിലുള്ളത്. ഈക്വലൈസ്. സീ ദ ബാർസ് ഓഫ് സോപ്പ് മെയ്ഡ് ബൈ ദ ഹരിതം വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് ഓഫ് പട്ടുമല LPS സ്കൂൾ. ഹൗ മെനി ബാർസ് ആർ ദർ ഇൻ ദ പിക്ചർ? തുല്യമാക്കാം. പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പ് കട്ട നോക്കൂ. ചിത്രത്തിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36 ആണ് അല്ലേ? അതുമല്ലെങ്കിൽ നമുക്ക് ഒരു റോയിൽ എത്രയുണ്ട്, അതുപോലെ തന്നെ ഒരു കോളത്തിൽ എത്രയുണ്ട് എന്ന് നോക്കി അത് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 6 × 6. ആൻസർ വരുന്നത് 36 ആണ്. ഒരുപാട് നമ്പർ ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ക്യാൻ വി സ്പ്ലിറ്റ് ദം ഇൻടു 2 ബോക്സസ് കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് ബാർസ്? ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഇനി ഈ 36നെ സ്പ്ലിറ്റ് ചെയ്ത് സെയിം നമ്പറുള്ള 2 ബോക്സ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യും? കണ്ടില്ലേ, സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും എത്രയാണ് വരുന്നത്? നമുക്ക് ഓരോന്നിൻ്റെയും റോസും കോളംസും ഒന്ന് നോക്കാം. 3 × 6 = 18 ആണ് ഒരു ബോക്സിൽ വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബോക്സിലും 3 × 6 18 വരുന്നുണ്ട്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 18 + 18 36 കിട്ടും. ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് ദ സോപ്പ് ബാർസ് ഇൻടു 3 boxes with the same number of bars in each box? Draw in the picture below. ഇനി 3 തുല്യ ഭാഗങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് വരച്ച് ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, 3 ഭാഗങ്ങളാക്കി. അപ്പോൾ ഒരു ബോക്സിൽ എത്രയാണ് വരുന്നത്? 2 × 6 = 12. 12 സോപ്പുകളാണ് ഒരു ബോക്സിൽ വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബോക്സിലും മൂന്നാമത്തെ ബോക്സിലും 2 × 6 തന്നെയാണ് വരിക. ക്യാൻ യു സ്പ്ലിറ്റ് ദ സോപ്പ് ബാർസ് ഇൻടു 4 boxes വിത്ത് ദ സെയിം നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ട്രൈ ടു ഡ്രോ. നൗ ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ഇനി ഈ 36 ബാർസിനെ സെയിം നമ്പറായിട്ട് 4 ബോക്സിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണി കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു വലിയ നമ്പറിനെ സെയിം ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് ഒരു സൂത്രമുണ്ട്. എന്താണത്? ഡിവിഷൻ. അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്ത് പഠിച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. വാട്ട് ഈസ് ഡിവിഷൻ? ഡിവിഷൻ ഈസ് ദ മാത്തമാറ്റിക്കൽ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് എ നമ്പർ ഇൻടു ഈക്വൽ പാർട്സ് ഓർ ഗ്രൂപ്പ്സ്. ഒരു നമ്പറിനെ ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള പാർട്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സോ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, 6 / 3 = 2. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 6നെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. എത്രയായിട്ടാണ്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എത്രയുണ്ടായിരിക്കും? 2 എണ്ണം, 2 ആണ് കിട്ടുക. അപ്പോൾ 6നെ ഡിവിഡൻ്റ് എന്നും 3 അതിനെ ഡിവൈസർ എന്നും കിട്ടുന്ന ആ ആൻസറിനെ ക്വാഷ്യൻ്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നത് പോലെയാണ്. കണ്ടില്ലേ, 20യെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻറ്റ്. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെ ഡിവൈസർ എന്ന് പറയും. കിട്ടുന്ന ആ ആൻസറാണ് 5, ക്വോഷ്യൻ്റ്. അപ്പോൾ ഡിവിഷൻ്റെ സിമ്പലാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, 12 / 3. 12നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പിലും 4 വെച്ച് ഉണ്ടായിരിക്കും.
ഡിവിഷൻ്റെ സിമ്പിൾസാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, 2 സിമ്പിൾസാണ് ഉള്ളത്. ആദ്യത്തേതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് 15നെ 3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 15 ആണ് ടോട്ടൽ. അതിനെ 3 ഗ്രൂപ്പുകളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യയാണ് എടുക്കേണ്ടത്. ആദ്യത്തെ നമ്പർ ഏതാണ്? 15ൽ 1 ആണ് അല്ലേ? 1 പക്ഷേ 3യേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ 1 എടുക്കുന്നതിന് പകരം 15 എന്നുള്ള ആ ഒരു നമ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു 3യേക്കാൾ വലുതായിരിക്കണം. ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? ആ 2 സംഖ്യയും നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുക്കണം. ഇനി 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കൂ. എത്ര ആവുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്? 5 × 3 = 15 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ആ കിട്ടിയ 15 നമ്മുടെ ആദ്യത്തെ 15ൻ്റെ താഴെ എഴുതണം. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് 15ൽ നിന്നും 15 മൈനസ് ചെയ്യുക. അപ്പോൾ 0 ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 15നെ 3 ഗ്രൂപ്പ്സ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പ്സിലും എത്രയുണ്ടായിരിക്കും? 5 വീതം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ബാലൻസ് ഒന്നും വരുന്നില്ല. കറക്റ്റായിട്ട് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന് 0 വരുന്നത്. കണ്ടില്ലേ, ബാലൻസ് ഒന്നുമില്ല. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 65നെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 65ലെ ആദ്യത്തെ ആ നമ്പറാണ് എടുക്കേണ്ടത്, 6. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 5 കൊണ്ടാണ് അല്ലേ? അപ്പോൾ 5നേക്കാൾ 6 വലുതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ തന്നെ എടുക്കാം. നേരത്തെ നമ്മൾ 1 ആയതുകൊണ്ടാണ് നമ്മൾ 15 എന്നെടുത്തത് നേരത്തെ പ്രോബ്ലം. പക്ഷേ ഇതിൽ 65ൽ 6 പോകും. അപ്പോൾ 1 × 5 = 5. കണ്ടില്ലേ എഴുതിയിരിക്കുന്നത്. ഇനി ആ 6ൽ നിന്നും 5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി 65ലെ 5 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ എത്രയായി? 15 എന്ന് ആയി അല്ലേ? ഇനി 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 15 വരുന്നത് എത്രയാണ്? 3 × 5 ആണ് 15 അല്ലേ? ഇനി 15ൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 15 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 65നെ 5 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ അതിൽ 13 ആണ്. ഓരോ ഗ്രൂപ്പിലും വരുന്നത് 13 ആണ്. അതിൽ ബാലൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് 0 വരുന്നത്. കണ്ടില്ലേ? ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 77നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 7 ആണ് എടുക്കുന്നത്. 1 × 4 4. കണ്ടില്ലേ? ഇനി ആ 7ൽ നിന്നും 4 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി 77ൻ്റെ രണ്ടാമത്തെ നമ്പറായ 7 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ 37 ആയി. ഇനി 4ൻ്റെ ടേബിൾ ചൊല്ലി നോക്കൂ. 37 വരുന്നുണ്ടോ? ഇല്ല അല്ലേ? 9 × 4 36 ആണ് വരുന്നത്. 37നേക്കാൾ കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് 9 × 4 36 എന്ന് എഴുതിയത്. ഇനി ആ എഴുതിയ 37ൽ നിന്നും 36 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ബാലൻസ് കിട്ടും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? 77നെ 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും 19 കിട്ടും. കൂടാതെ ബാലൻസ് 1 വരും എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് ഈ ഒരു പ്രോബ്ലം ഇവിടെ തന്നത്. 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ 2 × 4 8. 9ൽ നിന്നും 8 മൈനസ് ചെയ്തു. അപ്പോൾ 1 കിട്ടി. 6 താഴേക്ക് ഇറക്കിയിട്ടു 96ലെ. അപ്പോൾ 16 എന്നായി. ഇനി 4 × 4 16. കണ്ടില്ലേ? അത് മൈനസ് ചെയ്തു. ലാസ്റ്റ് 0 കിട്ടി. അപ്പോൾ 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 24 ആണ്. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. 36നെ 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 36ലെ 3 എടുക്കാൻ കഴിയില്ല. കാരണം അത് 4നേക്കാൾ ചെറുതാണ് അല്ലേ? 4ൻ്റെ മുകളിലുള്ള ഒരു സംഖ്യയായിരിക്കണം, 5ഓ 6ഓ ഒക്കെ. അപ്പോൾ നമ്മൾ 36 തന്നെ എടുത്തു. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കൂ. 36 വരുന്നത് എവിടെയാണ്? 9 × 4 ആണ് 36 വരിക അല്ലേ?
അപ്പോൾ 36നെ 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ അല്ലെങ്കിൽ 4 ഗ്രൂപ്പ്സ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പ്സിലും 9 ആണ് വരിക. അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 9 ആണ് ഓരോ ബോക്സിലും ഉണ്ടാവുക. 4 into 9 equal to 36. Now how many bars in each box? 9. ഇനി 6 ഈക്വൽ പാർട്സ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 36 ഡിവൈഡഡ് 6 കണ്ടില്ലേ, ഇതുപോലെ എഴുതണം. ഇനി ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ 3 6നേക്കാൾ ചെറിയ ഒരു നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് 36 എന്ന് തന്നെ എടുക്കാം. ഇനി 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ചൊല്ലേണ്ടത്. എത്ര ചൊല്ലുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്? 6 into 6 ഈക്വൽ ടു 36 കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ എഴുതണം. എന്നിട്ട് 36ൻ്റെ താഴെ എഴുതിയ 36 അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ 6 ബോക്സസ് ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ബോക്സിലും 6 ആണ് വരിക, കണ്ടില്ലേ? Can you split the soap bars into 9 boxes with the same number of bars in each box? Try to draw. Now, how many bars in each box? ഇനി 9 ബോക്സിലാക്കുമ്പോഴോ? ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ബോക്സിൽ 4 ആണ് കിട്ടുന്നത്. 9 into 4 equal to 36. Another way to calculate. If 36 bars of soap are split into 2 sets with the same number in each, how many will be there in each set? In math, we write it like this. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ? 36 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 18. 36 ബാർസിനെ 2 സെറ്റ്സ് ആക്കുമ്പോൾ, thus in 2 sets of 18 there are 2 into 18 equal to 36 soap bars. 2 sets of 18 എന്ന് പറയുന്നത് 2 into 18 equal to 36 ആണ് അല്ലേ? അപ്പോൾ 36നെ 2 സെറ്റ്സ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. ഇനി if 36 bars of soap are split into 3 sets with the same number in each, how many will be there in each set? ഇനി 3 സെറ്റ് ആക്കുമ്പോഴോ എന്ത് ചെയ്യണം? 36 ഡിവൈഡഡ് 3 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? നമുക്ക് ചെയ്ത് നോക്കാം. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 1 into 3 3 കിട്ടി. ഇനി 3യിൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 0. 6 താഴേക്ക് ഇറക്കിയിട്ടു. ഇനി 2 into 3 ഈക്വൽ ടു 6. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 12 ആണ് വരുന്നത് അല്ലേ? ഇനി ഈ 3 into 12 3 കൊണ്ട് 12നെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 36 എന്ന് ആൻസർ കിട്ടും. If 36 bars of soap are split into 4 sets with the same number in each, how many will be there in each set? ഇനി അത് 4 സെറ്റ് ആക്കുകയാണെങ്കിലോ? നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ? 36 ഡിവൈഡഡ് 4 ഈക്വൽ ടു 9. ഇനി ആ 4നെയും 9നെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള 36 എന്ന് കിട്ടും. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് 36നെ 6 സെറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. 36 ഡിവൈഡഡ് 6 ഈക്വൽ ടു 6 അല്ലേ? ഇനി ആ 2 6ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 36. നെക്സ്റ്റ് 9 സെറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 36 ഡിവൈഡഡ് 9 ഈക്വൽ ടു 4 എന്ന് കിട്ടി അല്ലേ? ഇനി ആ ഡിവൈഡ് ചെയ്ത 9ഉം കിട്ടിയ 4ഉം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള 36 എന്ന് കിട്ടും. ഇനി കംപ്ലീറ്റ് ദ എംപ്റ്റി സ്പേസസ്. വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, ആദ്യത്തേത് 6 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 18 ഡിവൈഡഡ് 3 18നെ 3 ഭാഗങ്ങളാക്കുമ്പോൾ നമുക്ക് 6 എന്ന് ആൻസർ കിട്ടണം അല്ലേ? ഇനി ആ 3യും 6ഉം കൂടി ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ. 3 into 6 ഈക്വൽ ടു 18 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 12 ഡിവൈഡഡ് ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 6 ആണ്. അപ്പോൾ എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാൻ? 12 ഡിവൈഡഡ് 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും.
ഇനി 2ഉം 6ഉം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 12 ആണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. 6 × 5 30. അപ്പോൾ ആ 30 ആണ് അവിടെ എഴുതേണ്ടത്. ഡിവൈഡഡ് 9 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 × 9 54 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 54 ഡിവൈഡഡ് 9. ഇനി അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്യേണ്ടത്. ചിലത് വിട്ടുപോയിട്ടുണ്ട്, നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 × 8 48 ആണ്. 48 ഡിവൈഡഡ് 8 ഈക്വൽ ടു 6. ഇനി 3 വെച്ച് ചെയ്യാനുള്ളത് നോക്കാം. 18 ഡിവൈഡഡ് 6 ആൻസർ വരുന്നത് 3 ആണ് അല്ലേ? അതുപോലെ തന്നെ 12 ഡിവൈഡഡ് 4 ഈക്വൽ ടു 3. അപ്പോൾ എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്? 3 × 4 ആൻസർ വരുന്നത് 12 അല്ലേ? അപ്പോൾ ആ 12നെയാണ് പിന്നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ 3 കിട്ടുന്നത്. ബാക്കിയുള്ളതും അതുപോലെ തന്നെയാണ്. 3 × 9 27. അപ്പോൾ നമുക്ക് എഴുതാം 27 ഡിവൈഡഡ് 9 ഈക്വൽ ടു 3. 3 × 8 24 അല്ലേ? അപ്പോൾ 24 ഡിവൈഡഡ് 8 ഈക്വൽ ടു 3. ഇനി 15 ഡിവൈഡഡ് 5 21 ഡിവൈഡഡ് 7 ആൻസർ നമുക്ക് 3 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മളോട് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 എഴുതാം. എങ്ങനെ എഴുതാം? 5 × 5 25 കിട്ടും അല്ലേ? അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഈ ടോട്ടലായ 25നെയാണ്. 25നെ 5 ഗ്രൂപ്പ്സ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പ്സിലും 5 ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 5 × 8 40. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ 40 ഡിവൈഡഡ് 8 ഈക്വൽ ടു 5. ഇനി അതുപോലെ തന്നെയാണ് 35 ഡിവൈഡഡ് 7 10 ഡിവൈഡഡ് 2 30 ഡിവൈഡഡ് 6 45 ഡിവൈഡഡ് 9. ഇതിലുള്ള ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ടോട്ടൽ കിട്ടും. ലെറ്റ്സ് പാക്ക്. The table shows the number of soap bars the work experience club made each day. Complete the table. വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് എക്സ്പീരിയൻസ് ക്ലബ്ബ് ഉണ്ടാക്കിയ സോപ്പാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഡേ 1 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ ദിവസങ്ങളിൽ അവർ ഉണ്ടാക്കിയ സോപ്പിൻ്റെ നമ്പർ എത്രയൊക്കെയാണ്? 36 മൺഡേ, ട്യൂസ്ഡേ 32, വെനസ്ഡേ 24, തേഴ്സ്ഡേ 48, ഫ്രൈഡേ 40. ഇനി നമ്പർ ഓഫ് പാക്കറ്റ്സ് 2 ഇൻ ഈച്ച് പാക്കറ്റ് 4 ഇൻ ഈച്ച് പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 2 എണ്ണം വീതം, അതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ 4 എണ്ണം വീതം. അപ്പോൾ എത്രയാണെന്ന് നോക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൺഡേ നോക്കാം. 36 ഡിവൈഡഡ് 2 അപ്പോഴാണ് 18 എന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ 4 ഇൻ ഈച്ച് പാക്കറ്റ് 36 ഡിവൈഡഡ് 4 ആൻസർ വരുന്നത് 9. മൺഡേ 36 ഡിവൈഡഡ് 2 18. ട്യൂസ്ഡേ 32 ഡിവൈഡഡ് 2 16. വെനസ്ഡേ 24 ഡിവൈഡഡ് 2 12. തേഴ്സ്ഡേ 48 ഡിവൈഡഡ് 2 24. ഫ്രൈഡേ 40 ഡിവൈഡഡ് 2 ഈക്വൽ ടു 20. ഇനി ഓരോ ദിവസവും 4 ഇൻ ഈച്ച് പാക്കറ്റ് ആകുമ്പോഴോ 36 ഡിവൈഡഡ് 4 ഈക്വൽ ടു 9. 32 ഡിവൈഡഡ് 4 ഈക്വൽ ടു 8. വെനസ്ഡേ 24 ഡിവൈഡഡ് 4 ഈക്വൽ ടു 6. Thursday 48 divided 4 equal to 12. Friday 40 divided 4 equal to 10. ഇനി ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 180. അതുപോലെ തന്നെ 2 പാക്കറ്റ് ആവുമ്പോൾ 90യും 4 പാക്കറ്റ് ആവുമ്പോൾ 45ഉമാണ് വരുന്നത്. 90 × 2 അപ്പോൾ നമുക്ക് 180 കിട്ടും. അതുപോലെ തന്നെ 45 × 4 180 കിട്ടും. What difference do you see in the number of packets when each packet has 2 bars and when each has 4? 2 പാക്കറ്റ്സ് ആയിരിക്കുമ്പോൾ നമ്പർ കൂടുതലാണ്, 4 പാക്കറ്റ്സ് ആവുമ്പോൾ നമ്പർ കുറവാണ് അല്ലേ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സോപ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ വീക്ക്? എത്രയാണ് അവരുണ്ടാക്കിയ ടോട്ടൽ സോപ്പ് എന്ന് പറയുന്നത്? 36 + 32 + 24 + 48 + 40 ഈക്വൽ ടു 180 ആണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ 2 എണ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ വരുന്നത് 90 ആണ്. 90 × 2 ഈക്വൽ ടു 180 കിട്ടും. അതുപോലെ തന്നെ 45 × 4 ഈക്വൽ ടു 180 കിട്ടും. The soap is sold at 20 rupees for a bar. How much did the club get?
ഹൗ ഡു വി കാൽക്കുലേറ്റ്? 20 രൂപ വെച്ച് സോപ്പുകൾ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? 180 ആണ് സോപ്സ് ഉള്ളത് അല്ലേ? 180 ഇൻറ്റു 20 ഈക്വൽ ടു 3600 റുപ്പീസാണ് കിട്ടുക. The money they got was all in 100 rupee notes. How many notes? എല്ലാം 100 രൂപ വെച്ചാണ് കിട്ടിയതെങ്കിൽ അവരുടെ കയ്യിൽ എത്ര നോട്ടുകൾ ഉണ്ടായിരിക്കും? 36 ഇൻറ്റു 100 ആണ് അല്ലേ? അപ്പോൾ 36 നോട്ട്സ് ഉണ്ടായിരിക്കും. If it was all in 200 rupee notes, how many notes? അപ്പോൾ 36 100 ആണെങ്കിൽ 200 ആണെങ്കിലോ അത് പകുതിയാക്കാം അല്ലേ? അപ്പോൾ 36 ഡിവൈഡഡ് 2 ഈക്വൽ ടു 18 നോട്ട്സ് ആണ് ഉണ്ടാവുക. ലെറ്റ്സ് റൈറ്റ് ദിസ് യൂസിങ് ദ ഡിവിഷൻ സൈൻ. ഡിവിഷൻ സൈൻ ഉപയോഗിച്ച് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 3600 ഡിവൈഡഡ് 100. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 3600ലെ ആ ഡബിൾ സീറോയും അതുപോലെ തന്നെ 100ലെ ആ സീറോയും നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 36. അതുപോലെ തന്നെയാണ് 3600 ഡിവൈഡഡ് 200. രണ്ട് സീറോകളും കട്ട് ചെയ്ത് കളയുക. 36 ഡിവൈഡഡ് 2 ഈക്വൽ ടു 18. മെൻ്റൽ മാത്ത്. 36 ഡിവൈഡഡ് 2 എത്രയാണ് വരുന്നത്? 18 ആണ് വരുന്നത്. അതുപോലെ തന്നെ 36 ഡിവൈഡഡ് 4. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 36 വരുന്നത് എത്രയാണ്? അങ്ങനെയാണ് നമ്മൾ മെൻ്റൽ മാത്തിൽ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ 36നെ 2 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 18 എന്ന് കിട്ടും. അതുപോലെ തന്നെ 4 ഇൻറ്റു 9 ആണ് 36. പിന്നെ 40 ഡിവൈഡഡ് 2. 2 ഇൻറ്റു 20 40. ഇനി 40 ഡിവൈഡഡ് 4. 4 ഇൻറ്റു 10 ആണ് 40 വരുന്നത് അല്ലേ? അതുപോലെ ബാക്കിയുള്ളതും ചെയ്ത് നോക്കണം. 32 ഡിവൈഡഡ് 2 ഈക്വൽ ടു 16. 32 ഡിവൈഡഡ് 4 ഈക്വൽ ടു 8. 72 divided 2 equal to 36. 72 divided 4 equal to 18. Using the above table, how do we calculate 76 divided 2? മുകളിലുള്ള ഈ ടേബിൾ നോക്കി നമുക്ക് 76 ഡിവൈഡഡ് 2 ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 76 ഡിവൈഡഡ് 2 ചെയ്യാനൊക്കെ ഇപ്പോൾ നമുക്കറിയാം അല്ലേ? എന്നാലും അതിന് ഒരു ഈസി വേ എന്ന് പറയുന്നത് 76നെ സ്പ്ലിറ്റ് ചെയ്ത് 40 + 36 എന്നാക്കി. കാരണം അതിൻ്റെ ഡിവിഷൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടിട്ടില്ലേ? വെൻ 40 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ഈക്വൽ സെറ്റ്സ്, നമ്പർ ഇൻ ഈച്ച് സെറ്റ് ഈക്വൽ ടു 20. 40നെ നമ്മൾ 2 ഭാഗമാക്കിയപ്പോൾ എത്രയാണ് വരുന്നത്? 20 ആണ് വരുന്നത്. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെൻ 36 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ഈക്വൽ സെറ്റ്സ്, നമ്പർ ഇൻ ഈച്ച് സെറ്റ് ഈസ് 18. 36നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഈക്വൽ സെറ്റ്സ് ആക്കിയപ്പോൾ 18 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇനി അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 20 + 18 38 ആണ്. 76നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്നത് 38. ലെറ്റ്സ് കാൽക്കുലേറ്റ് 68 ഡിവൈഡഡ് 2, 68 ഡിവൈഡഡ് 4, 76 ഡിവൈഡഡ് 4. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം 68 ഡിവൈഡഡ് 2 എത്രയാണ് വരുന്നത്? 2വിനേക്കാൾ വലുതാണ് 6. അപ്പോൾ അത് മാത്രം എടുക്കാം. 3 ഇൻറ്റു 2 6. 6 താഴേക്ക് ഇറക്കിയിടുക. അതുപോലെ തന്നെ 8ഉം. ഇനി 8 2വിൽ എത്ര പ്രാവശ്യം പോകും? 2 ഇൻറ്റു 4 ഈക്വൽ ടു 8. അപ്പോൾ ആൻസർ വരുന്നത് 34 ആണ്. ഇനി നമുക്കത് സ്പ്ലിറ്റ് ചെയ്തും ഒന്ന് ചെയ്ത് നോക്കാം. 68നെ 40 + 28 എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 40 ഡിവൈഡഡ് 2 ഈക്വൽ ടു 20 എന്ന് കിട്ടും. അതുപോലെ തന്നെ 28 ഡിവൈഡഡ് 2 ഈക്വൽ ടു 14. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 20 + 14 ഈക്വൽ ടു 34. നെക്സ്റ്റ് 68നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 6. അതിൽ 1 ഇൻറ്റു 4 4. 6ൽ നിന്ന് 4 പോയാൽ 2, 8 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ 28 ആയി. ഇനി 7 ഇൻറ്റു 4 എത്രയാണ്? 28 കിട്ടും അല്ലേ? അപ്പോൾ അത് മൈനസ് ചെയ്യുക. 28 - 28 ഈക്വൽ ടു 0. ആൻസർ വരുന്നത് 17 ആണ്. ഇനി 68നെ
ഡിവൈഡ് ചെയ്തും ഒന്ന് ചെയ്തു നോക്കാം. 40 + 28, 40 / 4 = 10, 28 / 4 = 7. രണ്ടും ആഡ് ചെയ്യുമ്പോൾ 10 + 7 17 എന്ന് ആൻസർ കിട്ടും. നമ്മൾ ചെയ്തപ്പോഴും 17 തന്നെയായിരുന്നു ആൻസർ അല്ലേ? അടുത്തത് 76 / 4 ആണ്. അപ്പോൾ 1 × 4, 4 എഴുതുക, 7 താഴെ. ഇനി 7ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 3 എന്ന ആൻസർ കിട്ടും. ആ 6 താഴേക്ക് ഇറക്കിയിടുക. അപ്പോൾ 36 ആയി. ഇനി 4ൻ്റെ ടേബിളിൽ 36 വരുന്നുണ്ടോ എന്ന് നോക്കുക. 9 × 4 = 36 അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 19. ഇനി അത് സ്പ്ലിറ്റ് ചെയ്താലും 76നെ 40 + 36 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 40 / 4 = 10, 36 / 4 = 9. Total 10 + 9, 19. Fill in the blanks. 8 × 6 = 48. ഇനി 48നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആ ഉള്ള നമ്പർ മാത്രമേ നമുക്ക് കിട്ടൂ. അതിന് എക്സാമ്പിളാണ് 48 / 8. അപ്പോൾ ആൻസർ വരുന്നത് 6 ആണ്. നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ്. 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 8 തന്നെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് ഈസി ആയി ഫില്ല് ചെയ്യാം. 9 × 4 = 36 എന്ന് ടോട്ടൽ കിട്ടി അല്ലേ? ഇനി 36നെ നമുക്ക് 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 9ഉം, അതുപോലെ തന്നെ 36നെ 9 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 4ഉം കിട്ടും. ഇനി 7 × 6 = 42. അപ്പോൾ 42 / 7 = 6. 42 / 6 = 7. അതായത് രണ്ട് സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ആ സംഖ്യ മാത്രമേ ഡിവൈഡ് ചെയ്യുമ്പോൾ വരികയുള്ളൂ, മറ്റൊരു സംഖ്യ വരില്ല. 6 × 5 = 30. അപ്പോൾ 30 ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6ഉം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം ആൻസർ കിട്ടും. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. Doll making. Children were split into different groups in the work experience camp. Each group made 48 dolls. These are being packed equally into 6 boxes. Sana, the leader of the first group, put 1 doll in each box. പാവനിർമ്മാണം. പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ പല കൂട്ടങ്ങളാക്കി. ഓരോ കൂട്ടവും 48 പാവയാണ് ഉണ്ടാക്കിയത്. ഇവ 6 പെട്ടിയിൽ തുല്യമായി വയ്ക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടത്തിൽ നേതാവായ സന ചെയ്തത് നോക്കൂ. ഓരോ പെട്ടിയിലും ഒരു പാവ വീതം വെച്ചു. How many dolls were placed in boxes? How many dolls are left? എത്ര ഡോൾസ് ആണ് വെച്ചത്? 1 2 3 4 5 6 ഡോൾസ് ആണ് ഒരു ബോക്സിൽ വെച്ചത്. How many dolls are left? 48 - 6 = 42. And then 1 more in each box. വീണ്ടും 6 പാവകൾ കൂടി വെച്ചു ഓരോ ബോക്സിലും. അപ്പോൾ എത്രയായി? 48 ഉണ്ടായിരുന്നത് 42 ആയി. വീണ്ടും 6 ഡോൾസ് വെച്ചപ്പോൾ 36 ആയി. ഇനി അത് കണ്ടിന്യൂ ചെയ്തു പോയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. How many dolls can be packed in each box? In mathematical terms we can write as. അത് മാത്തമാറ്റിക്കൽ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ കണ്ടുപിടിക്കാം. 48 - 6 42, 42 - 6 36, 36 - 6 30, 30 - 6 24, 24 - 6 18, 18 - 6 12, 12 - 6 6, 6 - 6 0. അപ്പോൾ എത്ര തവണ 6 വന്നിട്ടുണ്ട്? ഡോൾസ് വെച്ചിട്ടുണ്ട് 8. അപ്പോൾ ഡിവിഷൻ ഫോമിൽ എഴുതുമ്പോൾ 48 / 6. 48 ഡോൾസിനെ 6 ബോക്സിൽ വെച്ചപ്പോൾ എത്രയാണ്? ഓരോ ബോക്സിലും 8 ആണ് വരുന്നത്. See the picture of dolls packed equally into boxes. ഓരോ ഡോൾസിനെയും ഈക്വലായിട്ട് ബോക്സിൽ വെച്ചതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3, ബോക്സ് 4, ബോക്സ് 5, 6 കണ്ടില്ലേ? അപ്പോൾ ആദ്യത്തെ തവണ 48 - 6 48 ഡോൾസ് ഉണ്ടായിരുന്നത്
ഓരോ ബോക്സിലും ഓരോന്ന് വെച്ചു, 6 ടോട്ടൽ. അപ്പോൾ 42 ആയി. ഇനി 42-ൽ നിന്ന് -6, 36. മൂന്നാമത്തെ തവണ നോക്കൂ, 36 - 6 = 30. 30 - 6 = 24. 24 - 6 = 18. 18 - 6 = 12. 12 - 6 = 6. 6 - 6 = 0. അങ്ങനെ ഓരോ തവണയും വെച്ചപ്പോൾ ഓരോ ബോക്സിലും ടോട്ടൽ വന്നിരിക്കുന്നത് 8 ആണ്. 6 × 8 = 48. 48 dolls are divided into 6 groups of equal size and each group has 8 dolls. 48 ഡോൾസിനെ 6 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോ ഗ്രൂപ്പിനും കിട്ടിയത് 8 ആണ് അല്ലേ? 48 / 6 = 8. How many boxes are needed to pack 48 dolls with 8 dolls in each box? 48 പാവകളെ 8 ഡോൾസ് വീതം വെക്കാൻ എത്ര ബോക്സ് വേണ്ടി വന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 48 / 8 = 6. Another way, the second group packed like this. First they put 5 dolls in each box. How many dolls were packed? Second group പാക്ക് ചെയ്തത് ആദ്യം 5 ഡോൾസ് വെച്ചിട്ടാണ്. 6 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത് അല്ലേ? 6 ബോക്സ് ആണ് ഉള്ളത്. അപ്പോൾ 6 × 5 = 30. How many dolls left? ബാക്കി ഇനി എത്രയാണുള്ളത്? 48 - 30 = 18. Can 5 more be packed in each box? ഇനി 5 വെച്ച് പാക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 5, 10, 15, 20 ആണ് നെക്സ്റ്റ് വരേണ്ടത്. പക്ഷേ ഇവിടെ 18 ഉള്ളൂ. അപ്പോൾ 5 വെച്ച് പാക്ക് ചെയ്യാൻ കഴിയില്ല. How about 2 more in each box? How many dolls packed now? അപ്പോൾ 2 വെച്ച് പാക്ക് ചെയ്യാൻ കഴിയുമോ? കഴിയും അല്ലേ? 6 × 2 = 12. ഇനി എത്ര പാവകളാണ് ബാക്കിയുള്ളത്? How many dolls left? 18 ആണ് ഉണ്ടായിരുന്നത്. വീണ്ടും 2 ഡോൾസ് വെച്ച് ഓരോ ബോക്സിലും വെച്ചപ്പോൾ 12 പോയി അല്ലേ? അപ്പോൾ 18 - 12 = 6. How many of these can be packed in each box? ഇനി എങ്ങനെ പാക്ക് ചെയ്യാം? 6 ഡോൾസ് ആണ് ബാക്കിയുള്ളത്. 6 ബോക്സസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡോൾസിനെ വെച്ച് പാക്ക് ചെയ്യാം. 6 × 1 = 6. ടോട്ടൽ നമ്പർ ഓഫ് ഡോൾസ് ഇൻ ഈച്ച് ബോക്സ്. ടോട്ടൽ നമ്പർ എത്രയാണ്? ആദ്യം 5, പിന്നെ 2, പിന്നെ 1. 5 + 2 + 1 = 8. അപ്പോൾ അതിൻ്റെ പിക്ചറൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. ഓരോ ബോക്സിലും 5 വെച്ച് അവർ പാക്ക് ചെയ്തു. 6 × 5 = 30. കണ്ടില്ലേ? അപ്പോൾ 48 - 30 = 18 എന്ന ബാലൻസ് വന്നു. ഇനി രണ്ടാമത്തെ തവണ 2 വെച്ചിട്ടാണ് പാക്ക് ചെയ്തത് അല്ലേ? 6 × 2 = 12 ടോട്ടൽ 6 ബോക്സസിൽ. അപ്പോൾ 18 - 12. 18-ൽ നിന്ന് 12 മൈനസ് ചെയ്തപ്പോൾ 6 കിട്ടി. ഇനി ഓരോ ബോക്സിലും 1 വെച്ച് പാക്ക് ചെയ്തു. അപ്പോൾ 6 × 1 = 6. ഡോൾസ് 6 ആണ് ഉണ്ടായിരുന്നത്. പാക്ക് ചെയ്തതും 6. ഇനി 0. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും കിട്ടിയിരിക്കുന്നത് നോക്കൂ. ആദ്യത്തെ തവണ 5, സെക്കൻഡ് 2, തേർഡ് 1. 5 + 2 + 1 = 8. 6 × 8 = 48. 6 എന്ന് പറയുന്നത് ബോക്സുകളുടെ എണ്ണം. 8 എന്ന് പറയുന്നത് ഓരോ ബോക്സിലുള്ള ഡോൾസിൻ്റെ എണ്ണം. ടോട്ടൽ 48. 48 dolls are divided into 6 equal groups and each group has 8 dolls. In mathematical terms, 48 / 6 = 8. What we did to calculate this can be written like this. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. 48-നെ 6 ഈക്വൽ ഗ്രൂപ്പ്സ് ആക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും 8 വെച്ചിട്ടാണ് ഡോൾസ് വരുന്നത്. മാത്തമാറ്റിക്കൽ ടേംസിൽ എഴുതുമ്പോൾ 48 / 6 = 8. ഇനി അതെങ്ങനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ? 5 വെച്ചിട്ടാവുമ്പോൾ 6 × 5 30. 2 വെച്ചിട്ടാവുമ്പോൾ 6 × 2 12. 1 × 6. Fruit salad. They also made fruit salad in the camp. For that
48 ഓറഞ്ചസ് were brought. അവർ ക്യാമ്പിൽ ഫ്രൂട്ട് സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. 48 ഓറഞ്ചസ് ആണ് അതിനു വേണ്ടി വാങ്ങിയത്. They are to be divided equally among 6 groups. Each group was given 6 oranges first. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും 6 ഓറഞ്ചസ് ആണ് കൊടുത്തത്. 6 ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായിരുന്നത്. How many were given in all? അപ്പോൾ 6 ഓറഞ്ചസ് 6 ഗ്രൂപ്പിന് കൊടുത്തു. 6 into 6 equal to 36. How many left? 48 ഓറഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 36 അവരെടുത്തു. ബാക്കി വരുന്നത് 12. How about giving 2 oranges to each group from this? ഇനി 2 ഓറഞ്ചസ് വെച്ച് കൊടുത്താലോ 6 ഗ്രൂപ്പിനും. How many given? 6 into 2 equal to 12. How much did each group get in all? എല്ലാ ഗ്രൂപ്പിനും എത്രയാണ് കിട്ടുന്നത്? ആദ്യത്തെ തവണ 6, രണ്ടാമത്തെ തവണ 2. 6 plus 2 equal to 8. When 48 oranges were divided equally among 6 groups, how many did each group get? 48 ഓറഞ്ചസ് ഈക്വൽ ആയിട്ട് 6 ഗ്രൂപ്പിന് കൊടുക്കുകയാണെങ്കിൽ ഓരോ ഗ്രൂപ്പിനും എത്ര കിട്ടും? റൈറ്റ് ദിസ് ഇൻ മാത്തമാറ്റിക്കൽ ടേംസ്. മാത്തമാറ്റിക്കൽ ടേംസിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും 8 വീതമാണ് കിട്ടുക. മാത്തമാറ്റിക്കൽ ടേംസിൽ എഴുതുമ്പോൾ 48 divided 6 equal to 8. അതിൻ്റെ പിക്ചറൈസേഷനാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ തവണ ഓരോ ഗ്രൂപ്പിനും 6 വെച്ച് കൊടുത്തു അല്ലേ? അപ്പോൾ 6 into 6 equal to 36. 48 ഓറഞ്ചസ് ഉണ്ടായിരുന്നു. അത് 6 ഗ്രൂപ്പിനും കൂടി കൊടുത്തപ്പോൾ 36 ആണ് പോയത്. ബാക്കി 12 ആണുള്ളത്. ഇനി സെക്കൻഡ് ടൈം ഓരോ ഗ്രൂപ്പിനും 2 വെച്ചിട്ട് കൊടുത്തു അല്ലേ? അപ്പോൾ 6 ഗ്രൂപ്പും കൂടി 12. 6 into 2 equal to 12 കൊടുത്തു. അപ്പോൾ എല്ലാ ഗ്രൂപ്പിനും കിട്ടിയത് 8 വീതമാണ്. കണ്ടില്ലേ? ഓൺലി ട്വൈസ്. സപ്പോസ് വി ഗേവ് ഓറഞ്ചസ് ഓൺലി 2 times to each group. In what all ways can we divided equally among all groups? ഓരോ ഗ്രൂപ്പ്സിനും 2 തവണ മാത്രമേ ഓറഞ്ചസ് നൽകുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എങ്ങനെയൊക്കെ കൊടുക്കാം? ട്രൈ അതർ വേസ് ആസ് ഷോൺ ബിലോ. എനി മോർ വേസ്? അപ്പോൾ ഒരു വേസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ തവണ 6, രണ്ടാമത്തെ തവണ 2. അങ്ങനെ 6 plus 2 equal to 8 എന്ന് കൊടുത്തു. ഇനി അടുത്തത് നോക്കാം. ഫസ്റ്റ് ടൈം 4. അപ്പോൾ 6 into 4 equal to 24. ഇനി 24നെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 into 6 equal to 24. 24ൽ നിന്ന് 24 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ 48നെ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? 4 plus 4 equal to 8. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 5 into 6 30. ഇനി 48ൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. 3 into 6 equal to 18. മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ 2 തവണ കൊടുക്കുമ്പോൾ ആദ്യത്തെ തവണ 5ഉം രണ്ടാമത്തെ തവണ 3യും കൊടുക്കാം. 5 plus 3 equal to 8. ഇനി ലാസ്റ്റ് നോക്കൂ. 7 into 6 equal to 42. മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടി. ഇനി 6നെ ഒരു തവണ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 into 6 equal to 6. അപ്പോൾ ലാസ്റ്റ് കൊടുക്കുന്നത് ആദ്യത്തെ തവണ 7 കൊടുക്കാം, രണ്ടാമത്തെ തവണ 1 കൊടുക്കാം. അപ്പോഴും 8 തന്നെയാണ് കൊടുക്കുക. പസിൽ കോർണർ. Write numbers in the empty circle such that the product of the numbers in each line is 72. പസിൽ കോർണർ. ഓരോ വരിയിലെയും 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. അപ്പോൾ ഒരു 2 മാത്രം തന്നിട്ടുണ്ട്. ഇനി ഓരോ വരിയിലെയും സംഖ്യകൾ ഗുണിച്ചാൽ നമുക്ക് 72 കിട്ടണം. ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ആദ്യം 2 ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. 2 into 4 into 9 equal to 72 എന്ന് കിട്ടി. അതുപോലെ തന്നെ 4 into 2 into 9 72 എന്ന് കിട്ടി. ഇനി 2 into 9 into 4 equal to 72 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ലൈനും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 72 എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ് നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സ്ക്വയേഴ്സ് സച്ച് ദാറ്റ് the product of the 3 numbers across and down is 72.
Can you do it if the middle number is 3 or 4? ഈ കോളത്തിലെ 3 നമ്പേഴ്സ് മുകളിലോട്ടും താഴോട്ടും, അതായത് ഡൗൺ താഴേക്കും അക്രോസ് നേരെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 72 എന്ന് കിട്ടണം. ഇതിൽ 2 ആണ് തന്നിരിക്കുന്നത്. അതുകൂടാതെ 3ഓ അല്ലെങ്കിൽ 4ഓ വെച്ച് നമ്മളോട് മേക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കാം. 6 × 2 × 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 72 ആണ്. കണ്ടില്ലേ? ഇത് ഡൗൺ താഴേക്ക് നോക്കുന്നതാണ്. നെക്സ്റ്റ് അക്രോസ് 4 × 2 × 9 = 72. ഇനി അടുത്തത് 4 വെച്ച് നമ്മളുണ്ടാക്കിയതാണ്. അപ്പോൾ താഴേക്ക് നോക്കൂ. 2 × 4 × 9 = 72. ഇനി അക്രോസ് നേരെ 3 × 4 × 6 = 72. Okay dears, study well. See you in next class. Thank you.